അടുത്തതായി ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് കഴിഞ്ഞാൽ ഒരു പാത്ത് വരച്ച് കഴിഞ്ഞാൽ ആ പാത്തിൽ കൂടെ നമുക്ക് ആ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലൈൻ എടുത്തു, സ്മൂത്ത് വരച്ചു, ഷേപ്പ് എടുത്തു. ഓക്കെ, ഇനിയും ഇതിൽ ഞാൻ 2 ഷേപ്പ് എടുക്കുക. സർക്കിളും ഒരു സ്റ്റാറും. അതിലാദ്യം പാത്തെടുത്തു, കോമ്പൗണ്ട് ഒബ്ജക്ട്സ്, ലോഫ്റ്റ്, ഗെറ്റ് ഷേപ്പ്. പിന്നെ ഞാൻ പാത്ത് സെലക്ട് ചെയ്തിട്ടാണ് ഗെറ്റ് ഷേപ്പ് എടുക്കുന്നത്. ഗെറ്റ് ഷേപ്പ് എടുത്തു, നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ ഷേപ്പ് അതേ കൂടെ വന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പാത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാനിങ്ങനെ വരച്ചത് പ്ലസ് ഇത് 0, ഇവിടെ 100%. അപ്പോൾ ഞാൻ എന്താണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡ്യൂ മാർക്ക് അത് മാറുന്നതായിട്ട് കാണാം മുകളിലോട്ട്. ഏതാ 100 ആയിക്കഴിഞ്ഞാൽ അതങ്ങ് മുകളിൽ പോകും. അവിടെ നിന്ന് ഇനി അടുത്ത ഷേപ്പ് കൊടുക്കുക. 100ൽ ഗെറ്റ് ഷേപ്പ്, ഞാൻ സ്റ്റാർ കൊടുക്കുക. ഇത്രയും ഷേപ്പായി. ഇനിയും എനിക്കിത് ഹോളോ ആയി കിട്ടണമെങ്കിൽ മോഡിഫൈ പോവുക, സ്കിൻ പാരാമീറ്റേഴ്സിനകത്ത് ക്യാപ് സ്റ്റാർട്ടും ക്യാപ് എൻഡും മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഹോളോ ആയി. ഇനിയും ഡീഫോർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡീഫോർമേഷൻസിൽ പോയി കഴിഞ്ഞാൽ സ്കെയിൽ, ഇപ്പം ഇതെന്ന് പറയുന്നതാണ് ഈ എൻഡ്. അപ്പോൾ ഇത് എനിക്ക് ഷാർപ്പാക്കണമെങ്കിൽ ഞാൻ ആ 100ൻ്റെ പൊസിഷനിലുള്ള ഇത് സ്കെയിലിൻ്റെ വാല്യൂ 0 ആക്കുന്നു. ഷാർപ്പായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഈ വെട്ട് പോയുണ്ട്. അപ്പം ഷേപ്പ് സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ അധികം കൂട്ടായിരിക്കും നല്ലത്, ലോഡായിരിക്കും. ഇനി പാത്ത് സ്റ്റെപ്സ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്താലും കണ്ടോ പാത്ത് സ്റ്റെപ്സ് ആ ഷേപ്പിൻ്റെ ആ പാത്തിൻ്റെ സ്റ്റെപ്സിൻ്റെ ഇതിൽ ഉള്ള ഇത് മാറും. ഇനി ഞാൻ സ്കെയിൽ ചെയ്തു, അത് ഞാൻ ട്വിസ്റ്റ് എടുത്തു തന്നെ ഈ എൻഡ് എനിക്കിത് ട്വിസ്റ്റ് ചെയ്യണം. ഞാനെടുത്ത് ഉണ്ടോ പിരിക്കുക, ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ട്വിസ്റ്റിൻ്റെ വാല്യൂ ആ എൻഡിൽ പിരിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ചുകൂടെ താഴോട്ടെടുത്തു. ഇനി സ്കെയിലെടുത്തു. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു മുഴപ്പ് പോലെ വരണമെങ്കിൽ ഞാനിവിടെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ എനിക്ക് ഇൻസെർട്ട് കോർണർ പോയിൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് M3 പോയിൻ്റ് കൊടുത്തിട്ട് ഞാൻ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് മുകളിലോട്ട് പൊക്കി വെച്ചു. എനിക്ക് ഇങ്ങനത്തെ കൊമ്പ്, പിന്നെ ഇപ്പം ഒരു കസേരയുടെ കൈയുടെ ഇത്, പിന്നെ ഇപ്പം സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോഫ്റ്റ് എന്ന് പറഞ്ഞ ടൂൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് തന്നെ പോകുന്ന ടെക്സ്റ്റ് ഓപ്ഷനോട് പറയുക. അത് ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റാലിക്സ് അങ്ങനെ ഉണ്ട്. ഞാനിവിടെ മാക്സ് ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സ് ഓൾറെഡി ഇവിടെ വരും. അപ്പോൾ എനിക്ക് മാറ്റി ടൈപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D മാക്സ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈൻ വരും. ഓട്ടോ ഡെസ്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈൻ വരും. കമ്പഷൻ ഇനിയും ഇതിനകത്ത് എനിക്ക് ടെക്സ്റ്റിൻ്റെ സൈസസ് ഇൻക്രീസ് ചെയ്യാം. കേർണിങ്, ഇതിന് തമ്മിലുള്ള ഇടയ്ക്കുള്ള ഇത്, ലീഡിങ്, 2 ലൈൻ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ കൊടുക്കണേ അണ്ടർലൈൻ ചെയ്യാം. ഇത് ലെഫ്റ്റ് അലൈൻ, സെൻട്രൽ അലൈൻ, റൈറ്റ് അലൈൻ, ജസ്റ്റിഫൈ, ഇത്രയാണ്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിലും പറയും. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം സാധാരണ രീതിയിൽ നമ്മൾ ലൈനിനെ റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല. ഒന്നുകിൽ ഇതിനൊരു സർഫസ് ആക്കി മാറണമെങ്കിൽ എക്സ്ട്രൂഡോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻഡറിങ്ങിൽ പോയിട്ട്
എനേബിൾ റെൻഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റെൻഡർ ചെയ്ത് അത് കാണാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് എക്സ്ട്രൂഡ് അല്ലാതെ പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ ബിവൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ബിവൽ. ഞാൻ ബിവൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ഔട്ട്ലൈൻ, എനിക്ക് ഇതിൻ്റെ വീതി വേണേൽ കൂട്ടാം. ഈ ടെക്സ്റ്റിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അതായത് ലെവൽ 1ൻ്റെ ഹൈറ്റ് കൂട്ടാം. ലെവൽ 1ൻ്റെ ഹൈറ്റ് കൂട്ടാം. അതിൻ്റെ ഔട്ട്ലൈൻ എനിക്ക് കുറയ്ക്കാം. കണ്ടോ ഇവിടെ വീതി കുറഞ്ഞു വരും. അത് ലെവൽ 2 എടുത്തു, പിന്നെ ഹൈറ്റ് കൂട്ടാം. അതിന് വീതി കൂട്ടാം. കണ്ടോ വീതി കൂടുന്നതുണ്ടോ? ഒരു 3 ടെക്സ്റ്റ്. ഇതിനെ വേണമെങ്കിൽ ലെവൽ ഹൈറ്റ് കൂട്ടാം. എന്നിട്ട് ഔട്ട്ലൈൻ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര ഇങ്ങനെ നമുക്ക് 3D കമ്പഷൻ ടെക്സ്റ്റിൽ 3Dയിൽ നമുക്ക് ചെയ്തെടുക്കാം. ടെക്സ്റ്റിൽ നമുക്ക് കമ്പഷൻ 3D ചെയ്തെടുക്കാം. അതാണ് ലോഫ്റ്റും ടെക്സ്റ്റും ബിവലും.